സീറോ മലബാർ സഭയിലെ സൂപ്പർ മെത്രാപ്പൊലിത്ത ചമയുന്ന മാർ പാംബ്ലാനി സഭയിലും സമൂഹത്തിലും ഒറ്റപ്പെട്ടുവെന്നാണ് കഴിഞ്ഞ ദിവസം സഭയുടെ മീഡിയ കമ്മീഷൻ പുറത്തുവിട്ട കത്തിലൂടെ വ്യക്തമായത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഒറ്റപ്പെട്ടു പോയതാണ് എന്ന് തന്നെ പറയാം. സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാരുടെ ഒത്തൊരുമ നഷ്ടപ്പെടുത്തുവാൻ നേതൃപരമായ പങ്കുവഹിച്ച മെത്രാനാണ് മാർ പാംബ്ലാനി എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇരിക്കുന്ന കൊമ്പ് മുറിച്ച വ്യക്തിയാണ് മാർ പാംബ്ലാനി എന്ന് പറയുന്നതിലും അതിലൂടെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ദീനവിലാപം തന്റെ അനുയായികളെ കൊണ്ട് പാടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും സഹതാപം തോന്നുകയാണ്. ദൃശ്യമാധ്യമങ്ങളുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി സമൂഹത്തിൽ പ്രൊഫൈല് ഉയർത്തി കാണിച്ച് അതുവഴി എപ്പിസ്കോപ്പിൽ അധികാരം പിടിച്ചെടുത്ത മെത്രാൻമാർ ആഗോള സഭയിൽ തന്നെ പരിമിതമാണ്. അതിൽ മുൻപൻ മാർ പാംബ്ലാനിയാണ്. ക്രൈസ്തവ സഭയിൽ ഏറെ പ്രത്യേകമായി കത്തോലിക്ക സഭയിൽ മെത്രാൻ തെരഞ്ഞെടുപ്പ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി നടത്തുന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തിന് മുന്നിൽ ദൃശ്യമാധ്യമങ്ങളിൽ പ്രൊഫൈൽ ഉയർത്തി മെത്രാനായി എന്നതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റുന്ന ശ്രേഷ്ഠ മെത്രാപ്പൊലിത്ത മാർ പാംബ്ലാനിയാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ തീരുമാനത്തെ പോലും വെല്ലുവിളിച്ചു എന്ന് വേണം പറയേണ്ടി വരുന്നത്. മാർ പാംബ്ലാനിയെ വഴിയെ പോകുന്ന കോളാമ്പികൾ മുഴുവൻ അപമാനിക്കുന്നത് കാണുമ്പോൾ ദൈവിക തീരുമാനത്തെ പോലും അട്ടിമറിച്ച് മെത്രാനായി മാറിയത് വഴി ആഗോളതലത്തിൽ കത്തോലിക്ക സഭയുടെ മേൽപ്പെട്ട ശുശ്രൂഷ തന്നെയാണ് അപമാനിക്കപ്പെടുന്നത്. സഭയുടെ പൊതു തീരുമാനത്തെ ഏറെ പ്രത്യേകമായി 2017 അദ്ദേഹം സഹായ മെത്രാനായി കാലഘട്ടം മുതൽ സഭ എടുത്ത് മുഴുവൻ തീരുമാനങ്ങളുടെയും അട്ടിമറിക്കുവാൻ ഒരു വിഭാഗത്തിനൊപ്പം നേതൃപരമായ പങ്കുവഹിക്കാൻ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. സീറോ മലബാർ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന സഭ ഒന്നാകെ നടപ്പാക്കിയപ്പോൾ അതിനോട് കലഹിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാമൂഹ്യ വിരുദ്ധരായ സുന്നഹദോസ് ബിരുദ വൈദികർക്ക് വേണ്ടി തുടക്കം മുതൽ നിലപാടെടുത്ത് പരിശുദ്ധ മാർപ്പാപ്പയുടെ തീരുമാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിലപാടെടുത്ത നടപടിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കളങ്കം. എറണാകുളം കേന്ദ്രീകരിച്ച് നടന്ന സമാനതകളില്ലാത്ത വൈദിക കലഹങ്ങളുടെയും സഭയുടെ ഏറ്റവും പൂജ്യമായ വിശുദ്ധ കൂദാശകളെയും ഏറെ പ്രത്യേകമായി വിശുദ്ധ കുർബാനയും അപമാനിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധങ്ങൾക്ക് പുതിയ നിർവചനങ്ങൾ കൊടുത്തുകൊണ്ട് അത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി നിലപാടെടുത്തത് വഴി മാർ പാംബ്ലാനി അവരുടെ നേതാവാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ച് നടത്തിയ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള നിയമപരമായ നീക്കങ്ങളെ അട്ടിമറിക്കുവാനും നിയമ സംവിധാനങ്ങളെ തകർക്കുവാനും മാർ പാംബ്ലാനി ശ്രമിച്ചു എന്നുള്ള വലിയ കുറ്റപത്രങ്ങൾ അദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ടതോടുകൂടി അദ്ദേഹം നികൃഷ്ട ജീവിയായി കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ മാറുക തന്നെയായിരുന്നു. വിലകെട്ട പ്രഖ്യാപനങ്ങളും വില കുറഞ്ഞ പ്രസ്താവനകളും നടത്തി സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെട്ട മാർ പാംബ്ലാനി സമൂഹത്തിന് മുന്നിൽ വെറുക്കപ്പെട്ടവനും ഒറ്റപ്പെട്ടവനുമായി മാറി. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം മെത്രാൻ സിനഡ് മാർ പാംബ്ലാനിയെ ഒറ്റപ്പെടുത്തിയത്. തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാൻ എന്നുള്ള നിലയ്ക്ക് എപ്പിസ്കോപ്പൽ അധികാര ശ്രേണിയുടെ ഭാഗമായ മാർ പാംബ്ലാനി സ്ഥാനമേറ്റെടുത്ത 6 മാസത്തിനുള്ളിൽ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻമാരുമായി വളരെ പെട്ടെന്ന് ഉയർത്തപ്പെട്ടു. ദൃശ്യമാധ്യമങ്ങളുടെ പ്രൊഫൈൽ ഉയർത്തി വന്ന മാർ പാംബ്ലാനി പിന്നീട് സഭയുടെ അവസാനത്തെ വാക്കായി മാറുവാനുള്ള തന്ത്രങ്ങൾ തന്നെയായിരുന്നു ഒരുക്കിയത്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ കയ്യടി കിട്ടുവാൻ വെടല വർത്തമാനങ്ങളായിരുന്നു പിന്നീട് മുന്നോട്ട് നടത്തിയത് തന്നെ. പല പ്രസ്താവനകളും വായുവിലെ മുഷ്ടിപ്രയോഗങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് ചരിത്രം തന്നെയാണ്.